തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ പറയുന്നു അവർക്ക് സ്വന്തമായി വ്യോമസേനയുണ്ട്, വ്യോമസേന ഉപയോഗിച്ച് ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ്റെ പണിപാളുമല്ലോ, പാകിസ്ഥാൻ രണ്ടായിട്ട് വിഭജിക്കപ്പെടുമോ? അതിനുള്ള സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, ബലൂച്ച് മേഖലയിലും ഇവർക്ക് പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടല്ലോ. ആ സമയത്തിനിടയിലാണ് ഈ രണ്ട് പ്രശ്നങ്ങൾ വരുന്നത്. പാകിസ്ഥാനിൽ വ്യോമസേന ഉണ്ട് എന്നുള്ളത് TTP പറയുന്നതും അതേസമയം തന്നെ ബലൂചിസ്ഥാൻ വാദവുമായിട്ട് അവരും വലിയ പ്രക്ഷോഭത്തിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ചോദിക്കും, പാകിസ്ഥാൻ പിളരാൻ പോവുകയാണോ എന്നുള്ളത്. പിളർന്നാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതിൻ്റെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പോരടിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് അവർ നമ്മളോട് കൂടി പോരടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ടായിരുന്നു. നമുക്കറിയാം, അവരുടെ എയർലൈനൊക്കെ വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത്രത്തോളം പാപ്പരത്വം ആ രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് പുറം രാജ്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ ഒരു സന്ദർഭം കൂടിയാണ്. പക്ഷേ അതിനെ മറികടക്കാനായിട്ട് അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി വരാം. സ്വാഭാവികമായും ഈ കൊടുത്തിട്ടുള്ള പണം മുഴുവൻ, IMF-ൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം മുഴുവനും ഇവരെവിടെ ചെലവഴിക്കുന്നുവെന്ന് വീണ്ടും ചോദിക്കുന്നവരുണ്ട്. IMF-ൽ നിന്ന് പണം കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ പൊതുജന സേവനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഉപയോഗിച്ചുകൂടാ? അങ്ങനെയല്ല. നമുക്കറിയാവുന്നത് പോലെ തന്നെയാണ് അവർ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പോൾ നമ്മൾ തകർത്ത് കളഞ്ഞിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളൊക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടായിട്ട് മാത്രമാണ് IMF-ൻ്റെ ഫണ്ടുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് തന്നെ ബലൂചിസ്ഥാനും ഖൈബർ പക്തൂൺഖ്വയും കൈവിട്ടു പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് നിരോധിത സംഘടനയായിട്ടുള്ള തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് വ്യോമസേനയുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം അവർ മറ്റൊരു കാര്യം കൂടി കാണിക്കുന്നുണ്ട്. അവർ അതുമായി ബന്ധപ്പെട്ടുള്ള ഭൂപടം കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പിളർത്തിയെടുത്തിട്ട്, പാകിസ്ഥാൻ്റെ ഒരു ഭാഗം പിളർത്തിയെടുത്തിട്ടുള്ള ഭൂപടമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ TTP പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഭൂപടത്തിൽ ഖൈബർ പക്തൂൺഖ്വയുണ്ട്, ബലൂചിസ്ഥാൻ്റെ ചില ഭാഗങ്ങളും കൂടി ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതല്ല ഇവരുടെ സ്വാധീന മേഖലയായിട്ടാണ് ഈ TTP പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് അവരുദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ മാതൃക എങ്ങനെയാണോ അതുപോലെ ഒരു ഇസ്ലാമിക് എമിറേറ്റ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവർ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം. അതിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായിട്ട് ഈ ഒരു ഭൂപടം കാണിക്കുകയും ഈ ഒരു പ്രഖ്യാപനം വരുത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്തിനാണ് വ്യോമസേന ഉണ്ട് എന്ന് ഇവർ പറയുന്നത്? ഇനി ശരിക്കും വ്യോമസേനയുണ്ടോ എന്നുള്ള സംശയങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ മണ്ണിൽ അമേരിക്കയ്ക്കൊരു എയർബേസ് ഉണ്ടാവുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഈ സമയത്ത് പാകിസ്ഥാനെതിരെ നിൽക്കുന്ന ഈ TTPക്ക് എതിരെ അവിടെ വലിയ ആക്രമണങ്ങൾ ഒരുപക്ഷെ അമേരിക്ക നടത്തിയേക്കാം. ഒന്നില്ലെങ്കിൽ നിരീക്ഷണമെങ്കിലും നടത്താനായിട്ട് ഉപകരിക്കും. സ്വാഭാവികമായിട്ടും അമേരിക്ക നിരീക്ഷണം നടത്തുന്നുണ്ടെങ്കിൽ ആ ഒരു വിവരം പാകിസ്ഥാൻ അറിയുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ പ്രവിശ്യകളിലെല്ലാം തന്നെ നിലവിൽ പാക് സൈന്യത്തേക്കാൾ കൂടുതൽ അധീശത്വമുള്ളത്, മേൽക്കോയ്മയുള്ളത് അവർക്കാണ്. അതായത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനാണ് എന്ന് വരുത്തി തീർക്കാൻ കൂടി ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വലിയ രീതിയിൽ പാകിസ്ഥാൻ്റെ ആക്രമണം നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ രീതിയിലേക്ക് തിരിച്ചുള്ള ആക്രമണം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിലെ ആരാണ് വിജയിച്ച് നിൽക്കുന്നത്? ഇതിലൊരു വിജയം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും തിരിച്ചടി എന്ന് പറയുന്നത് രണ്ട് കൂട്ടർക്കും വലിയ ആഘാതം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും പാകിസ്ഥാൻ ആക്രമിച്ചു കഴിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനിടയിൽ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ വ്യോമസേന പ്രഖ്യാപനങ്ങൾ കൂടി വരുമ്പോൾ അമേരിക്കയ്ക്ക് സ്വന്തം എയർബേസുകൾ വിട്ടു നിൽക്കാനുള്ള ഒരു പാകിസ്ഥാൻ്റെ നീക്കമുണ്ട്. പാകിസ്ഥാന് ഫണ്ടാണ് ആവശ്യം. അപ്പോൾ സ്വാഭാവികമായി അവർ ആ ഭൂപ്രദേശങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിഭജിച്ചു കൊടുക്കാം. കുറേ ഭാഗം ചൈനയുടെ പക്കലുണ്ട്. ചൈനയിൽ നിന്ന് ഇവർക്ക് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ആയുധങ്ങൾ ഉൾപ്പെടെ അവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പല കോമഡികളും വന്നിട്ടുള്ളത്, ട്രോളുകളൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തിനാണ് ഈ നനഞ്ഞ പടക്കം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ പണം തരാത്തവന് ഇത്രയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ട്രോളുകളും ഒക്കെ വന്നതാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ പുതിയ പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ അത് അമേരിക്കയെ സംബന്ധിച്ചും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം അമേരിക്ക ഇത്രയും വലിയൊരു രീതിയിലേക്ക് TTP വരുമെന്നുള്ളൊരു ചിന്തയിലേക്ക് ഒരിക്കലും പോകില്ല. കാരണം അതൊരു തീവ്രവാദ സംഘടനയാണ്. പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് അവർക്ക് തിരിച്ചടിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. പക്ഷേ അവിടെ ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ ഇന്ത്യക്ക് വല്ല
എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നുണ്ടോ? ഇവർക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് വലിയ രീതിയിൽ ഇപ്പോൾ സഹായങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ CIA ഏജൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഈ സമയത്ത് ഓർക്കണം. കാരണം അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് ഇന്ത്യ പോകുന്നു എന്ന ഒരു CIA ഏജൻറ്റിൻ്റെ പ്രഖ്യാപനം വെളിപ്പെടുത്തലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ വ്യോമസേന TTPക്ക് ഉണ്ടാവുക എന്നുള്ള ഒരു ചോദ്യം അവിടെ വരുമ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ കൂടി അതിനോട് ചേർത്ത് വെച്ച് വായിക്കുന്നവരുണ്ട്. അങ്ങനെ ഉള്ള കുറിപ്പുകളുമൊക്കെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിരന്തരമായിട്ട് വരുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ഇന്ത്യയാണ് അഫ്ഗാനിസ്ഥാനെ പൂർണ്ണമായി സജ്ജമാക്കുന്നത്, അവിടുത്തെ തീവ്രവാദ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പാകിസ്ഥാന് നേരെ നീക്കം നടത്തുന്നതുമൊക്കെ ഇന്ത്യയാണ് എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് അമേരിക്കയ്ക്കുള്ള ഒരു മറുപടി കൂടിയായിട്ട് മാറും. പാകിസ്ഥാന് മാത്രമല്ല അമേരിക്കയ്ക്ക് കൂടിയുള്ള ഒരു മറുപടിയായിട്ട് വരും. പക്ഷേ ഇന്ത്യ ഈ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്ന കാര്യത്തിൽ അഫ്ഗാനിസ്ഥാനെ ഏതെങ്കിലും തരത്തിലുള്ള വെപ്പൺസ് കൈമാറുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയുധക്കോപ്പുകൾ ഇനിയിപ്പോൾ പോട്ടെ ഒരു ചെറിയ തോക്ക് പോലും ഉപയോഗിക്കാനുള്ളത് കൈമാറുന്നതുമായിട്ട് യാതൊരു തരത്തിലുമുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഒന്നുമില്ല. ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്ന ചില ആരോപണങ്ങളോ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളും മാത്രമാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള യാതൊരു നീക്കവും അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിട്ടില്ല. മറിച്ച് അവരെ സഹായിക്കുന്നുണ്ട്. ഡാം പണിയാനാണെങ്കിലും അല്ലാതെ സാധനങ്ങൾ കൊടുക്കാനാണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള അവശ്യ വസ്തുക്കളൊക്കെ കൊടുക്കാനാണെങ്കിലും ഇന്ത്യ അത് നടക്കുന്നുണ്ട്. ഇതിന് ഇടയിൽ തന്നെ അമേരിക്കയ്ക്ക് അവരുടെ എയർബേസുകൾ വിട്ടു നൽകാനായിട്ട് പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് TTP കൃത്യമായിട്ടും അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുകൊണ്ട് നിരീക്ഷണം നടത്താനായിട്ട് അമേരിക്ക ഈ പാക് മണ്ണ് ഉപയോഗിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിന് പിന്നിൽ ഉണ്ടാകുന്ന ഒരു ഭയവും. അപ്പോൾ പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾ US ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ഭാഗം മുഴുവൻ അമേരിക്കയുടെ കൈവശമാണ്. പിന്നീട് പാകിസ്ഥാൻ അതിൽ ഒരു എന്താ പറയുക, അവരുടെ മണ്ണാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അമേരിക്കയുടെ കയ്യിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണമായും ഈ അഫ്ഗാനിസ്ഥാന് നേരെ ഉള്ള പ്രശ്നത്തിന് ഉതകും എന്നാണ് അവർ കരുതുന്നത്. ഇതിനിടയിൽ തന്നെ വരുന്നത് ഈ ഒരു എയർബേസുകൾ കേന്ദ്രീകരിച്ച് വരാനിരിക്കുന്ന ആക്രമണങ്ങൾ തടയുക എന്നുള്ളത് പാക് സൈന്യത്തിലും വെല്ലുവിളിയാകാനുള്ള സാധ്യതകളുണ്ട്. ബലൂചിസ്ഥാനിലെ വിഘടനവാദം ഒരു വശത്ത് ഉണ്ടാകുന്ന സമയത്ത് തന്നെയാണ് TTP മതപരമായിട്ടുള്ള തീവ്രവാദം ഉയർത്തുന്നത്. അപ്പോൾ ബലൂചിസ്ഥാനിൽ ദേശീയവാദം അടിസ്ഥാനമാക്കിയുള്ള പ്രക്ഷോഭങ്ങൾ കനക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനീസ് നിക്ഷേപങ്ങളും പാക് സർക്കാരിൻ്റെ അവഗണനയും ഈ ബലൂച്ച് ജനതയെ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് ഇറക്കി വിടുന്നുണ്ട്. അപ്പം TTPയും ബലൂച്ച് വിഘടനവാദികളും തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ പടിഞ്ഞാറൻ അതിർത്തി, ഈ അതിർത്തി പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിന് പുറത്താകും. പ്രത്യേകിച്ചും ഇന്ത്യ ഈ നീക്കങ്ങൾക്ക് പുറകിലുണ്ടെങ്കിൽ. അപ്പോൾ കാബൂളിലെ താലിബാന് മേൽ ഇന്ത്യക്കാണ് നിലവിൽ നിയന്ത്രണം ഉള്ളത്. അപ്പോൾ ഈ വസ്തുതയുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം പിന്നിൽ ഇന്ത്യയാണോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉത്തരമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില സൂചനകൾ അന്തരീക്ഷത്തിലുണ്ട്. പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു കാരണം യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യയെ ആക്രമിക്കുന്ന എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. പക്ഷേ പാകിസ്ഥാനിലെ US താവളങ്ങളെ താലിബാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് US വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. പാകിസ്ഥാനിലെ രഹസ്യ US സംവിധാനങ്ങളെ ആക്രമിച്ച് എന്നുള്ള വാദമൊക്കെ ഇതിനിടയിൽ ഉയർന്നു വരികയും ചെയ്തതാണ്. അവിടെ US സംവിധാനങ്ങൾ പരസ്യമാണ് എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്ക് നേരിട്ട് ആക്രമിക്കാനുള്ള ഒരു പ്രശ്നം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോഴും ഇന്ത്യക്ക് സഹായകമാകാൻ പോകുന്നത് താലിബാൻ വ്യോമാക്രമണ സംവിധാനങ്ങൾ സജ്ജമാക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ താലിബാനെ പരിപോഷിപ്പിക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ ആവശ്യമായിട്ട് അവിടെ മാറും. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്തിലാണ്. അവിടുത്തെ ജനങ്ങൾക്ക് അന്നന്ന് വേണ്ടുന്ന ഒരു ആഹാരം പോലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. വലിയ വിലക്കയറ്റമാണ്. ആകെ സുഖിച്ച് നടക്കുന്നത് എന്ന് പറയുന്നത് ഈ തീവ്രവാദം തലക്കി പിടിച്ചിട്ടുള്ള അവിടുത്തെ അസിം മുനീർ ഉൾപ്പെടെയുള്ള മിലിറ്ററി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് മാത്രമാണ് സുഖമായിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നതുള്ളത്. ജനങ്ങളുടെ അവസ്ഥയൊക്കെ പലതവണ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ്. ഡോൺ അവരുടെ പത്രത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വാർത്തകൾ
വാർത്തകളൊക്കെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് പാക് മണ്ണിൽ പിറവിയെടുത്തിട്ടുള്ള ഈ ഭീകര സംഘടനയായിട്ടുള്ള താലിബാനെ പരിപോഷിപ്പിക്കാനായിട്ട് ഇന്ത്യ ശ്രമിച്ചേക്കും എന്നുള്ള നീക്കം അവിടെ നടക്കുന്നുണ്ട്. സ്വന്തം മണ്ണിൽ വളർത്തിയെടുത്തിട്ടുള്ള ഭീകര സംഘടനകൾ അത് അവർക്ക് തന്നെ ദോഷം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഏതാണ്ട് പിളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ഇന്ത്യയുടെ നീക്കം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു നീക്കം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ടത് തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.